ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഞാനിതാ എൻ്റെ കാലത്ത് മുതൽ ഉച്ച വരയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിതാ പതിവ് പോലെ തന്നെ പത്തിരി ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഓരോ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അങ്ങനെ എൻ്റെ പത്തിൻ്റെ ഓർഡർ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കേട്ടോ ഉണ്ടാക്കിയെടുക്കാനുള്ളൂ. പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ മോന് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനതൊക്കെ കുടിച്ചിട്ട് ട്യൂഷന് പോവുകയാണ്. ട്യൂഷന് പോയിട്ട് ഇനി നേരെ അവന് സ്കൂളിലേക്ക് പോകാൻ കേട്ടോ ചെയ്യാം. അങ്ങനെ എൻ്റെ പൊരിച്ചപ്പത്തിൻ്റെ ഓർഡറൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് എനിക്ക് നിസ്ബത്തിൻ്റെ ഓർഡർ കൂടെ ഉണ്ട്. ഇനി ഒക്കെ വന്നിട്ടാണ് കേട്ടോ അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുക. പിന്നെ കൂട്ടുകാരെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് കിച്ചൺ ക്യാപ്പ് ഗിഫ്റ്റ് കിട്ടിയെന്ന്. അതൊക്കെ ഞാനൊന്ന് ഇട്ടിട്ടാണ് കേട്ടോ പണി ചെയ്യുന്നത്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടത്. അങ്ങനെ ചോറൊക്കെ വെന്തു. പിന്നെ ഇതാ മോൾക്ക് കോളേജിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ ഞാനിതാ വേഗം അവൾക്ക് ലഞ്ചൊക്കെ ഒന്ന് ആക്കി കൊടുത്തു. പിന്നെ ഇതാ അവൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ മോള് പോയതിന് ശേഷം പിന്നെ ഞാൻ വേഗം വന്നിട്ട് നെയ്സ്പത്തിരിക്കുള്ള മാവിനൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഇന്നിപ്പോൾ 50 പത്തിൻ്റെ ഓർഡറാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ മാവൊക്കെ വാട്ടിയെടുത്ത് പിന്നെ ഞാൻ വേഗം അതിനെ മിഷീനിലിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ എത്ര കൈ കൊണ്ട് കുഴച്ചാലും മിഷീനിലിട്ട് കുഴക്കുന്ന അത്ര ആവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എത്ര കുറച്ചാണെന്ന് അത് മിഷീനിലിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുക. 50 പത്തിരിന്ന് താഴെയുള്ളതൊന്നും ഇട്ട് കുഴക്കാൻ പറ്റില്ല കേട്ടോ മിഷീനിൽ. അങ്ങനെ ഞാനിതാ അതിനൊക്കെ കുഴച്ചു. പിന്നെ ഇതാ വേഗം ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ എങ്ങനെ പത്തിരി പരത്തിയെടുക്കണമെന്ന്. പത്തിരി പരത്താനുള്ള മെഷീനൊന്നുമില്ല. പത്തിരി ഞാൻ ആദ്യം പ്രസ്സിലൊന്ന് പ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ കേട്ടോ ചെയ്യുക. അങ്ങനെ പത്തിരി എല്ലാം പരത്തിയെടുത്തു. പിന്നെ ചുട്ടു കൊടുത്തു കേട്ടോ. പിന്നെ എല്ലാ ദിവസവും ഈ ചുടുന്നതും ഒക്കെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ടില്ല. അങ്ങനെ ഞാനത് അത് വേഗം പാക്ക് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. ചെറുതായി കളർ മാറിയതോ പൊട്ടിയതോ ഒന്നും നമ്മൾ പാക്കിനയിൽ പെടാൻ പാടില്ല കേട്ടോ. അതാണ് കേട്ടോ ഞാനിങ്ങനെ എണ്ണി ആക്കണത്. ഓർഡർ എടുത്താൽ പിന്നെ അത് സമയത്തിന് മുന്നേ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ച ഒരു മനസ്സമാധാനമാണ് കേട്ടോ. ഞങ്ങൾക്ക് കഴിക്കാനൊന്ന് പത്തിരിയാണ് കേട്ടോ. കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് അതിന് വേഗം കറിയും കൂടി ഉണ്ടാക്കി എടുക്കുകയാണ്. ഓർഡർ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പണി പാത്രം കഴുകലാണ് കേട്ടോ. പിന്നെ ഞാനിത് ഓരോരോ പാത്രങ്ങളായിട്ട് ഇങ്ങനെ കഴുകി എടുക്കുകയാണ്. ആദ്യമൊക്കെ എനിക്ക് ഗ്ലൗസ് ഇട്ട് പണിയെടുക്കുന്നത് എന്തോ ഒരു ഇടങ്ങേറാണ് കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടും ഒരു സബ്സ്ക്രൈബ് ചോദിക്കലുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കാത്തത്, ഗ്ലൗസ് ഉപയോഗിക്കൂ, അങ്ങനെ എല്ലാ വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. അങ്ങനെ ഞാൻ കണ്ട് മടുത്ത് ലാസ്റ്റ് കടയിൽ നിന്നൊരു ഗ്ലൗസൊക്കെ മേടിച്ചു കേട്ടോ. അതിട്ടിട്ട് എനിക്ക് പണിയെടുക്കാനേ സാധിക്കില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ഒരു കയ്യിലേക്ക് ഇട്ട് ഇടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ എനിക്ക് ഗ്ലൗസൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അയച്ചു തന്നത്. എനിക്ക് ഈ ഗ്ലൗസ് നന്നായി ഇഷ്ടമായിട്ടോ. നല്ല സ്മൂത്തുമാണ്. നമുക്ക് കയ്യിൽ ഇട്ടൂന്നേ അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 കയ്യിലിട്ടിട്ടാണ് കേട്ടോ ഇനി പാത്രം കഴുകും മീൻ നേരാക്കലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ കറിയൊക്കെ ആയി. പിന്നെ ഞാൻ ചായ കുടിച്ചു കേട്ടോ. ഒക്കെ അല്ല കേട്ടോ, ഒക്കെ ഒരു ഓട്ടം പോയിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വേഗം അടിച്ചിട്ട് വേഗം തുടച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കലാണ് കേട്ടോ. ചോറ് പിന്നെ കാലത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതാ എനിക്കിന്ന് ഫിലോപ്പി മീനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന് ഞാനിതാ വേഗം ഒന്ന് നേരാക്കി എടുക്കാൻ പോവുകയാണ്. പിന്നെ ഞാനിതാ വേഗം മീനിനൊക്കെ ഒന്ന് നേരാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മീൻ നേരാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ഉപ്പിട്ടിട്ടൊന്ന് കഴുകും കൂടെ ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ മീൻ നന്നായി വൃത്തിയായി കിട്ടും. മീൻ നേരാക്കി എടുത്തതിന് ശേഷം ഞാൻ എന്താ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊത്തവരയ്ക്കാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളിയൊക്കെ അമ്മ വന്നിട്ട് തൊലിച്ച് നേരാക്കി തന്നതാണ്. പിന്നെ തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്.
തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഞാനത് മീൻകറി ഉണ്ടാക്കുന്നത്. അതിന് ഞാനെന്താ ഒരു മൺചട്ടിയൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചട്ടിയൊക്കെ നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഉലുവന്നിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെറിയുള്ളി കുഞ്ഞുള്ളി ഇല്ലേ, അതിന് നമ്മൾ തൊലിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് കേട്ടോ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു വലിയ തക്കാളി ഉണ്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ വേഗം വഴന്ന് കിട്ടും. പിന്നെ ഇത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി എല്ലാം കൂടെ അതിൻ്റെ പച്ചമണം പോണവരും നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. തേങ്ങയിലോട്ട് ഞാൻ 2-3 ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഞാൻ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. പുളി അധികമായി നമ്മുടെ കറി തീരെ ടേസ്റ്റ് ഉണ്ടായില്ല. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തു. പിന്നെ അതാ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി കറി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ കറി ഒന്നുകൂടെ കുറുകി കിട്ടും കേട്ടോ. പിന്നെ ഇതാ ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടിക്കൊടുക്കാം. കുറച്ച് കറുവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ തിളച്ച് വരുമ്പോഴേക്കും ഞാൻ അവിടേക്കൊന്ന് വേഗം ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കുറച്ച് മീൻ ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനൊന്ന് വേഗം വറുത്തെടുക്കുകയാണ്. എൻ്റെ ചട്ടി ഇത്തിരി പഴയതായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നും ഇതിലാണ് കേട്ടോ മീൻ വറക്കുള്ളൂ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മീൻ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഈ മീനൊക്കെ നന്നായി വെന്ത് വരുന്നവരെ നമുക്ക് മൂടിക്കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ വേഗം പാത്രം കഴുകിയതൊക്കെ എടുത്ത് വെച്ചു അവിടേക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മീനും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വാപ്പാക്കും ബാക്കുള്ള കറിയൊക്കെ വേഗം പാത്രത്തിലാക്കി അങ്ങോട്ട് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അതൊക്കെ കൊണ്ടുകൊടുത്തു. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ആ സിങ്കിനേക്ക് വേഗം വൃത്തിയാക്കി എടുക്കുകയാണ്. അതിലിട്ടിട്ടല്ലേ നമ്മൾ മീനൊക്കെ നേരാക്കി എടുത്തത്. ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴുകിയെടുക്കുക. ഗ്ലൗസ് കിട്ടിയത് എന്തായാലും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ ഞാനിതാ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളിതാ ഊണ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ നിൽക്കന്നെ ഉള്ളൂ, മക്കളൊക്കെ പിന്നെ ക്ലാസ്സിൽ പോയിട്ടുണ്ടല്ലോ. ഓരോന്നോരോന്നെടുത്ത് പിന്നെ വേഗം അതൊക്കെ ടേബിളിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെ ചൂടുള്ള ചോറും മീൻകറിയും പിന്നെ മീൻ പൊരിച്ചതും ഉപ്പേരിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഊണ് കഴിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.